ഗുരുവായൂർ നെന്മേനിയിൽ സ്ത്രീയെ കിണറ്റിൽ കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തി. 65-കാരിയായ ചേലക്കര സ്വദേശി സന്താനവല്ലിയുടെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇതെന്താണ് ഉണ്ടായത്? പാലക്കാടിൽ മൂക്കുത്തിക്ക് വേണ്ടി ഒരു വയോധികയെ കൊന്ന സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃശൂർ ഗുരുവായൂരിൽ വയോധികയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. കെട്ടിത്തൂക്കിയ നിലയിലാണ് സന്താനവല്ലിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് ഈ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഇവർ മറ്റുള്ള ആളുകളുമായി വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. പെരുമ്പാവൂർ സ്വദേശിയായ സുരേഷ് എന്ന വ്യക്തിക്കൊപ്പം ഇവർ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മദ്യപാന സദസ്സിനിടെ സുരേഷ് പറഞ്ഞ കാര്യം, അതായത് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ കൊന്നെന്നും അവരുടെ മാല തൻ്റെ കൈവശമുണ്ടെന്നും എന്ന തരത്തിൽ ഒരു മദ്യപാന സദസ്സിൽ സുരേഷ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കിട്ടി. ഇതിനെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിലാണ് വീട്ടിലെ കിണറ്റിൽ ഇത്തരത്തിൽ മൃതദേഹം കെട്ടിത്തൂക്കിയ നിലയിൽ കണ്ടെത്തിയത്. 65 വയസ്സുണ്ട് സന്താനവല്ലിക്ക്. പോലീസ് അനുമാനിക്കുന്നത് ഇവർ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ തർക്കത്തിന്റെ ഭാഗമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. 3 ദിവസം മുമ്പെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അതിനുശേഷം മൃതദേഹം കല്ലിൽ കെട്ടി കയറിൽ കിണറ്റിനടിയിലേക്ക് താഴ്ത്തുകയായിരുന്നെന്ന് പോലീസ് അനുമാനിക്കുന്നു. ഈ കാര്യങ്ങൾ പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ കസ്റ്റഡിയിലെടുത്ത സുരേഷിനും ഇയാളുടെ കൂട്ടാളിയെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഗുരുവായൂരിൽ ഇത്തരത്തിൽ നടുക്കുന്നൊരു കൊലപാതകം നടന്നതിൻ്റെ ഒരു ഞെട്ടൽ പ്രദേശവാസികൾക്ക് വിട്ടുമാറിയിട്ടില്ല. പോലീസ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി.